എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ കൊടുത്തത് അങ്ങനെ എല്ലാ തലത്തിലും എല്ലാവരും ഉണ്ടാകും. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഷാഫി വടകരയുടെ മണ്ണിൽ എന്നേക്കുമായി ചുവപ്പൻ പിശാചുക്കളെ പിടിച്ചുകൂടിയ ഷാഫി പറമ്പിലിനോട് എന്നോട് പറഞ്ഞത് എന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. ഒരു കുടുംബയോഗമുണ്ട് അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അങ്ങനെ വിളിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവിടെ വിളിച്ചത്, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് കുടുംബയോഗമല്ല, അത് കുടുംബ സമ്മേളനമാണ് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം പങ്കെടുക്കാൻ അവസരം കിട്ടിയ കുടുംബയോഗമാണിത്. ഇത് ഒരു 1.5 യോഗമായിട്ട് നിങ്ങൾ മാറ്റിയിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും കൂടുതൽ കരുത്ത് പകരാൻ തുടങ്ങുകയാണ്. ഈ പ്രദേശത്തെ ബൂത്തുകളിൽ നിന്ന് തുടങ്ങുകയാണ്. പറയാൻ പറ്റണം ഈ പ്രദേശത്ത് UDF-ന് ലീഡ് കിട്ടിയതുപോലെ എന്ന് അന്നും നമുക്ക് പറയാൻ പറ്റണം. പ്രിയപ്പെട്ട ശംസുക്ക്, ഇവിടെ ഞാൻ ഇവിടെ കടന്നു വരുമ്പോ നമ്മുടെ നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി വഹിച്ച പങ്കിനെ സംബന്ധിച്ചൊക്കെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. യോഗം വളരെ നേരത്തെ തുടങ്ങിയതാണ്. ഇനി കുറെ നേരം പ്രസംഗിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. മുഴുവൻ ജനങ്ങളും, കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഈ ജനവിരുദ്ധ ഭരണകൂടത്തിന്റെ ഭരണത്തിനൊരു അറുതി വരണമെന്നുള്ളതാണ്. അവരെ കാത്തിരിക്കാൻ വോട്ട് രേഖപ്പെടുത്താൻ. പാലക്കാട്ടുകാർ വോട്ട് ചെയ്തപ്പോ നിങ്ങൾ കാത്തിരുന്നിട്ടില്ലേ? പാലക്കാട് നിങ്ങൾ ആര് ജയിക്കണമെന്ന് ആഗ്രഹിച്ച്? ആരാ ജയിച്ചേ? അതുപോലെ പാലക്കാട്ടുകാർ കാത്തിരിക്കുന്നു. നിലമ്പൂർ ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ആരാ ജയിക്കുക? ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിന്റെ MLA ആയി തെരഞ്ഞെടുക്കപ്പെടണമെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ആഗ്രഹമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആഗ്രഹമാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ ഓഫീസിന്റെ ഉദ്ഘാടനം വന്നു. ഓഫീസിന്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി. അദ്ദേഹം അതിന്റെ റിബൺ കട്ട് ചെയ്തിട്ട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ജനങ്ങളെ ഈ ഭരണത്തിന്റെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നുള്ളത്. എന്റെ മുമ്പിൽ അനേകം വീട്ടമ്മമാരുണ്ട്, ഉമ്മമാരുണ്ട്, അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. അവർക്ക് എല്ലാവർക്കും അറിയാം, കാണുന്ന വാർത്തകൾ സമാധാനം നൽകുന്നതാണോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. യാത്ര നടത്താനും ജാഥ നടത്താനും സമ്മേളനം നടത്താനും ബസ്സിൽ സഞ്ചരിക്കാനും അതിനൊക്കെ പൈസയുണ്ട്. ഇപ്പൊ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ 100-ൽ കൂടുതൽ കോടി രൂപ ചെലവിലാണ് സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സമാധാന സ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങളെ കൊണ്ട് മുഴുവൻ പണിയെടുപ്പിക്കാൻ പറ്റിയ ഒരാളാണ് ഇവിടെ ചുമതലയായിട്ട് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട TN പ്രതാപൻ അവറുകൾ ഇവിടെ ചാർജ് എടുത്തിരിക്കുകയാണ്. മൂപ്പര അവിടുത്തെ പരിപാടിയുടെ നോട്ടീസ് കൊടുക്കുന്നില്ല. അപ്പോ ഇവിടെ ചാർജ് എടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു റെക്കോർഡ് ലീഡ് ഇത്തവണ നമ്മൾ തുടങ്ങി മുഴുവൻ നേതാക്കൾക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത ഏറ്റവും ആവേശകരമായി 1-ാം ബൂത്ത് 2 ബൂത്തിലെ കൺവെൻഷനുകളിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. അല്ല അങ്ങോട്ട് നിൽക്കാം. ശരിയായിക്കോ.
ഞങ്ങളെല്ലാരും